ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തെ നിയമപരമായി നേരിടുമെന്ന് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ കായിക അധ്യാപിക ഷിബി. മികച്ച സ്കൂളുകളെ പ്രഖ്യാപിച്ചപ്പോൾ അർഹതയുണ്ടായിട്ടും മാർ ബേസിൽ സ്കൂളിനെ തഴഞ്ഞതിൽ ദുഃഖമുണ്ടെന്നും ഷിബി പ്രതികരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ മികച്ച സ്കൂളുകളെ പ്രഖ്യാപിക്കുന്നതിനിടെ വേദിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ അധികൃതരുടെ പ്രതികരണം. നീതി ലഭിക്കുന്നതിന് നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് കോച്ച് ഷിബി ടീച്ചർ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അവസാന ദിവസം നടന്ന സമ്മാനദാന ചടങ്ങിൽ വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് മാർ ബേസിൽ ടീം തിരിച്ചു വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നടന്ന കായികമേള, ഒളിമ്പിക്സ് മോഡൽ വളരെ ഭംഗിയായിട്ട് നടന്ന കായികമേളയാണ്. പക്ഷേ അവസാന നിമിഷം ബെസ്റ്റ് സ്കൂളുകളുടെ സമ്മാനദാന ചടങ്ങിൽ മാർ ബേസിൽ സ്കൂളിന് 3-ാം സ്ഥാനത്തായിരുന്നു. ഐഡിയൽ 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനം നവമുഖന്തി ആയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഫസ്റ്റ് വരുന്ന സ്കൂളിന് ഗവൺമെൻറ്റിൻ്റെ ട്രോഫിയും ക്യാഷ് അവാർഡും, അത് സെക്കൻഡ് സ്കൂളിനും തേർഡ് സ്കൂളിനും ഉണ്ട്. അപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടെ 3-ാം സ്ഥാനത്താണെങ്കിൽ 3-ാം സ്ഥാനത്ത് അതിൻ്റെ ട്രോഫിയും ക്യാഷ് അവാർഡും മേടിക്കാൻ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം അനൗൺസ് ചെയ്യുന്നത് ഫസ്റ്റ് ഐഡിയലും സെക്കൻഡ് GV രാജ സ്പോർട്സ് സ്കൂളും തേർഡ് നവമുഖന്ത എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോൾ വളരെയധികം വേദനയോടുകൂടി ഞങ്ങൾക്കത് നിൽക്കേണ്ടി വന്നു. അതിനോടാണ് ഞങ്ങൾ പ്രതികരിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെയൊരു സർക്കുലർ ഒന്നും അറിയിച്ചിട്ടില്ല. അതിൽ മേള നടക്കുമ്പം ജനറൽ സ്കൂളിനും സ്പോർട്സ് സ്കൂളിനും ഒന്നിച്ചൊരു കോമ്പറ്റീഷൻ നടക്കുമെങ്കിലും സമ്മാനദാന ചടങ്ങ് വരുമ്പോൾ രണ്ടിനും രണ്ടായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതിന് കാരണം സ്പോർട്സ് സ്കൂളുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നല്ല കുട്ടികൾ മാത്രമാണ് GV രാജ സ്പോർട്സ് സ്കൂളിൽ പരിശീലനം നടത്തുന്നത്. ആ സ്കൂളിനോടൊപ്പം ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന എല്ലാ സംവിധാനവും കേരളത്തിലെ ബെസ്റ്റ് സ്കൂളുകൾക്ക് തരേണ്ടതാണ്. അപ്പോൾ അതിനത് വളരെയധികം സങ്കടമുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. മിനിസ്റ്റർ അടുത്ത് ഞാൻ നവമുദയിലെ സാറും പറഞ്ഞിരുന്നു, സാറേ ഇതൊന്ന് തെറ്റായാണ് അനൗൺസ് ചെയ്തെങ്കിൽ ഇതിനൊന്ന് കറക്ഷൻ ചെയ്ത് തരണമെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് പഠിച്ചിട്ട് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു. ആ നിമിഷം കൊണ്ട് കുട്ടികളോട് പോലീസ് കാണിച്ചത് വളരെ മോശമായി പോയി. ഇത് എന്തായാലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അത് അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മികച്ച സ്കൂളുകളെ പ്രഖ്യാപിച്ചപ്പോൾ അർഹതയുണ്ടായിട്ടും മാർ ബേസിൽ സ്കൂളിനെ തഴഞ്ഞതിൽ ദുഃഖമുണ്ടെന്ന് മാർ ബേസിൽ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ബിനോയ് മണ്ണഞ്ചേരിയും വിദ്യാർത്ഥിനി അലോണ തോമസും പറഞ്ഞു. 1, 2, 3 സ്ഥാനികൾ എന്ന നിലയ്ക്ക് സമ്മാനം വാങ്ങുവാൻ പോയി നിന്നപ്പോൾ അത് നിഷേധിച്ച് മറ്റ് സ്കൂളിലേക്ക് അത് കൊടുത്തതിലുള്ള പ്രതിഷേധം. ഗവൺമെൻറ് സ്കൂള്, അതുപോലെ എയ്ഡഡ് സ്കൂളുകൾ, വളരെ നിർധനരായ സ്കൂളുകൾ വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മാർ ബേസിൽ സ്കൂളിനെ സംബന്ധിച്ച് ഏതാണ്ട് 200ഓളം കുട്ടികൾക്ക് സൗജന്യമായി ഇവിടെ പരിശീലനവും താമസവും ഭക്ഷണവും കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് അത് മുന്നോട്ട് നയിക്കുമ്പോൾ, അങ്ങനെയാണ് മറ്റ് എല്ലാ സ്കൂളുകളും ചെയ്യുന്നത്, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുഴുവൻ ചെലവിലും നടക്കുന്ന സ്പോർട്സ് സ്കൂളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അത് ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് അത് വിവരിക്കാനാവുന്നതല്ല. വളരെ ഖേദകരമാണ്. കാരണം ഇല്ലെങ്കിൽ നാളെ ഈ GV രാജയ്ക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യം ഞങ്ങൾക്കും തരട്ടെ. ഇവിടെ കായിക കേരളം എത്രമാത്രം വളരുമെന്നറിയാം. അതിനൊരു പ്രോത്സാഹനം തന്നിട്ട് ഇതുപോലെ രണ്ടു കൂട്ടരെയും ഒരുപോലെ കണ്ട ഈ തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കും. 4ാമത്തെ ദിവസം ഞങ്ങൾ തേർഡായി 1 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് തേർഡെങ്കിൽ തേർഡെന്നുള്ള രീതിയിൽ ആ ട്രോഫി വാങ്ങിക്കാൻ ഞങ്ങൾ അത്രയും സന്തോഷത്തോടെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 സ്കൂളുണ്ടായി. അവിടെ അത്രയും സന്തോഷത്തോടെ ചെന്ന് റിസൾട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമ്മാനമില്ല. അത് ചോദിച്ചപ്പോൾ ഞങ്ങളെ പോലീസുകാർ നല്ലതായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളടുത്ത് വൃത്തികേടൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് കടത്തി പോലും വിട്ടില്ല. ഞങ്ങൾക്ക് അതിൽ ശരിക്കും നല്ല സങ്കടമുണ്ട്. ഞങ്ങൾ തേർഡെങ്കിൽ തേർഡെങ്കിലും സന്തോഷത്തോടെ ഞങ്ങൾ വാങ്ങിക്കാനാണ് ചെന്നത്. അതിന് പോലും ഞങ്ങൾ അനുവദിച്ചില്ല. അത് ചോദിക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.